ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ചെയ്തോളൂ. ഒരു രഹസ്യ ഒന്ന് പുറത്തു നിന്നാൽ ഞാനിപ്പോ ശേഷം വരാം. ഹലോ, ഇത് ഞാനാ അപ്പുകുട്ടൻ. ഫ്രാൻസിസ് അല്ലേ? ഒരു ഉപകാരം ചെയ്യണല്ലോ ഫ്രാൻസിസേ. ഞാനേ എന്റെ ബാഗ് എടുക്കാൻ മറന്നു. അല്ലല്ല, ബാഗ് കളവ് പോയി. ഞാനിപ്പോ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ കിടക്കുക. ആക്സിഡന്റ്, ഭയങ്കര ആക്സിഡന്റ്. വേണ്ട വേണ്ട വേണ്ട, ആരോടും പറയൊന്നും വേണ്ട വേണ്ട. എന്തിനാ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്? ഭയങ്കര ആക്സിഡന്റ് എന്ന് വെച്ചാൽ അത്ര ഭയങ്കരമൊന്നുമല്ല. ഉള്ളിൽ ഒരു ഇന്റേണൽ ഇഞ്ചുറിയാ. ഒരു 500 രൂപ ഫ്രാൻസിസ് അത്യാവശ്യമായിട്ട് ഇവിടെ എത്തിക്കണല്ലോ. ലോഡ്ജിലെ വാടക അല്ല, ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടിയാ. കിടപ്പായതുകൊണ്ട് അങ്ങോട്ട് വരാൻ വയ്യാത്തതുകൊണ്ടാ. വാർഡ് നമ്പറോ? അത് പ്രശ്നമാക്കണ്ട, ഞാൻ ഹോസ്പിറ്റൽ റിസപ്ഷന്റെ മുമ്പിൽ നിൽക്കാം. ഫ്രാൻസിസ് അങ്ങോട്ട് വന്നാൽ മതി. വാർഡിൽ നിന്ന് ഇറങ്ങി വരാനോ? നോ പ്രോബ്ലം, വെറും ഇന്റേണൽ ഇഞ്ചുറി അല്ലേ. ഫ്രാൻസിസ് ഉടനെ വരൂ പ്ലീസ്. ഓക്കെ. നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാന്ന് അറിയാവുന്നത് കൊണ്ട് ഫ്രാൻസിസ് എന്നോട് വിവരം പറഞ്ഞു. 500 രൂപ ഇതാ. എപ്പോഴാ ആക്സിഡന്റ് ആയത്? ഇന്റേണൽ ഇഞ്ചുറി ബ്രെയിനിലോ ആമാശയത്തിലോ? എല്ലാം ഞാൻ കാരണമാണ് ഉണ്ടായെന്ന് സമ്മതിക്കുന്നു. പക്ഷെ എന്റെ അവസ്ഥ, ഞാൻ ഒറ്റയ്ക്ക്. എന്റെ കൈയും കാലും വിറക്കിയാണ് ഒപ്പുകുട്ട. എല്ലാത്തിനും കൂടെ നിന്നിട്ട് പൊയ്ക്കോ, എവിടെ വേണേലും പൊയ്ക്കോ. പക്ഷേ വല്ല കുളത്തിലോ കായലിലോ എന്റെ മൃതദേഹം പൊങ്ങുമ്പോ ഒന്ന് വലിച്ച് കരയിലേക്ക് ഇട്ടേക്കണം, അത്രേ വേണ്ടൂ. അമ്മയോട് ഞാൻ ഇതുവരെ കയർത്ത് സംസാരിച്ചിട്ടില്ല. സമനില തെറ്റിയ ഞാൻ ഇന്നലെ അതും ചെയ്തു. അമ്മയും പിള്ളേരും എന്നോട് യാത്ര പോലും ചോദിക്കാതെ നാട്ടിപ്പോയി. ഒരു കണക്കിന് അത് നന്നായി. അവരുടെ മുമ്പിൽ വെച്ച് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്താൽ. പക്ഷെ രാധിക പോയിട്ടില്ല. അവൾക്കെന്തോ ആകപ്പാടൊരു സംശയം. അവളെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയാൽ വർമ്മ വന്ന് പിടിച്ചോണ്ട് പോയാലോ? അതുകൊണ്ട് അവളെ വീട്ടിനുള്ളിലാക്കി പുറത്തു നിന്ന് വാതിൽ പൂട്ടിയിട്ടാ ഞാൻ ഓഫീസിലേക്ക് പോയത്. ലീവ് ചോദിച്ചിട്ട് MD തന്നതുമില്ല. എന്തിനാ പുറത്തുനിന്ന് പൂട്ടുന്നതെന്ന് രാധിക ചോദിച്ചില്ലേ? ചോദിച്ചു. ഞാൻ പറഞ്ഞു പെണ്ണുങ്ങൾ തനിച്ചാണെന്നറിഞ്ഞാൽ തോപ്പുംപടി വീരരാഘവൻ വരുമെന്ന്. അതാര്? അങ്ങനെ ഒരാളില്ല. പക്ഷെ പറഞ്ഞു, തോപ്പുംപടി വീരരാഘവൻ പെണ്ണുങ്ങളെ ആക്രമിക്കുന്നവനാണ്, അതുകൊണ്ട് തല വെളിയിൽ കാണിക്കരുത്. അവള് വിശ്വസിച്ച മട്ടില്ല. പക്ഷെ വാതിൽ ഞാൻ പൂട്ടി. പോലീസിന്റെ ഭീഷണി എന്നെ ആകെ ഒലിച്ചു കളഞ്ഞു രാജേന്ദ്ര. 2 ദിവസം ലോഡ്ജിൽ ഒളിച്ചു കഴിയായിരുന്നു. ഒളിച്ചോടിയാൽ കുറ്റം മുഴുവൻ ഓടിയവന്റെ തലയിലേ വീഴും. അതല്ലേ ഞാനങ്ങ് ഓടാത്തത്. പെണ്ണ് ചത്തിട്ടുണ്ടെങ്കിൽ കേസ് പിന്നെ കൊലക്കേസ്. പെണ്ണിനെ ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടല്ലോ. അക്കാര്യം നമുക്ക് പോലീസിനോട് പറഞ്ഞാലോ? അത് പറഞ്ഞാൽ അന്വേഷണം ആ വഴിക്കാവും. അപ്പൊ റിസപ്ഷൻ, ആൾമാറാട്ടം എല്ലാം വെളിയിലാവും. ജോലി, രാധികയും ഞാനുമായുള്ള ബന്ധം എല്ലാം അവതാളത്തിലാവും. തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. ജീവിതാകെ താറുമാറായെന്ന് പറഞ്ഞാൽ മതി. ഇത് കൊള്ളാം. ഇത് അതിനെക്കാട്ടി കൊള്ളാം. എടുത്തോ. ആ കടയിലെ പുതിയ ടൈപ്പിലുള്ള നല്ല ബ്രേസിയേഴ്സ് കിടക്കുന്നു, നോക്കുന്നോ? വേണ്ട. മറ്റേ കടയിൽ ഭയങ്കര സൗജന്യം. ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ 1 ടീസ്പൂൺ ഫ്രീ. എന്നാ നീ പോയി മേടിച്ചു. വില പറഞ്ഞു. അപ്പുകുട്ട ഇവിടെ നില്ലേ? എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. ഫുഡ് പോയിസൺ ആണെന്ന് തോന്നുന്നു. നീ ഇവിടെ നില്ലേ? ഞാൻ വരാം. സാർ ഇവിടെ എന്താ? ഏതായി പെൺകുട്ടി? പെൺകുട്ടി പർച്ചേസിന് വന്ന ഏതോ പെൺകുട്ടി. എനിക്ക് പരിചയമില്ലല്ലോ. ഞാൻ വെറുതെ. ഈ ഡിസൈൻ കൊള്ളാവോ? അത് കൊള്ളൂല. ഏതോ ഒരു കുട്ടിയല്ലേ? ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാ. സത്യം പറ, ഏതാണ് ആ സൗന്ദര്യധാമം? എവിടുന്ന് അടിച്ചെടുത്തു? അടിച്ചെടുക്കാനോ?
സാർ ഞാൻ സത്യം പറയാം, ആ കുട്ടി എന്റെ അമ്മാവന്റെ മകള. ലോങ് ലീവ് എടുത്തത് ഈ ചുറ്റിക്കളിക്കായിരുന്നല്ലേ? തന്നെ ആ കുട്ടിക്ക് ഒന്ന് പരിചയപ്പെടുത്തി വേണ്ട. ബ്യൂട്ടിഫുൾ. അവളുടെ കണ്ണിൽ കാന്ത പിടിപ്പിച്ചിട്ടുണ്ടോ? എന്തോ വല്ലാത്തൊരു അട്രാക്ഷൻ. അതേത് പെണ്ണെ കാണുമ്പോഴും സാറിനുള്ളതല്ലേ? അതുപോലല്ല. ഞാൻ നമുക്കൊരു പ്രസന്റ് കൊടുത്താലോ? അപ്പൊ കൂട്ടാ നമുക്കൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യാം. സാർ പ്ലീസ്, ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എന്തേ? തോപ്പമ്പടി വീരരാഘവന്റെ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. രാജേന്ദ്രൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഫ്രിഡ്ജിന്റെ കട അത് ഇതൊക്കെ ഉണ്ടല്ലോ. പോ ഞങ്ങൾ പോയിട്ട് പിന്നെ പൊന്നെ വരാം. കമാൺ. അവിടെ ഉണ്ട്. ഇവിടെ കാണണ്ട ആണല്ലോ. ഒരു ആന. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? എന്തോ ഒരു വല്ലായ്മ പോലെ. രാധിക ഇവിടെ നിൽക്കണ്ട, ചെന്ന് അന്വേഷിക്കൂ. രാജേന്ദ്രനെ സ്വന്തം ഭർത്താവല്ലേ, ചെന്ന് അന്വേഷിക്കൂ. എവിടെ പോയി അന്വേഷിക്കാൻ? ബാത്റൂമിലോ? ബാത്റൂമിലോ അന്വേഷിക്കണം. ചെല്ലൂ. ദാ വരുന്നുണ്ട്. ഇവിടെ സ്ഥാനത്തിനൊക്കെ വലിയ വരാം. നമുക്ക് വേറെ സ്ഥലത്ത് പോകാം. അപ്പോട്ടും വാ. നിങ്ങൾ നടന്നു, ഞാൻ പുറകെ വന്നേക്കാം. അത് വേണ്ട. നീ വീണ്ടും എന്നെ പറ്റിച്ച് മുങ്ങാനുള്ള പരിപാടിയാണല്ലേ? അതല്ല, പിന്നെ ഏതല്ല? ഞാൻ വേറെ പ്രശ്നം. എന്ത് പ്രശ്നം? എന്തോന്ന്? വേറെ കയ്യിലിരിക്കും. ഇങ്ങോട്ട് വാ. വേല കയ്യിൽ തന്നെയാണ്. എന്നെ പിടിച്ചു വലിച്ചാൽ നീ വിവരം അറിയും. ഞാൻ വിവരം അറിഞ്ഞോളാം. അല്ലേ തന്നെ ഇവൻ നമ്മളോട് വന്നിട്ട് എന്താ കാര്യം? ഇവൻ അവിടെ നിന്നാലും ഇവിടെ നിന്നാലും ഒരുപോലല്ലേ? വാ, നമുക്ക് പോവാം. നീ ഇവിടെ തന്നെ നിക്കണേ, എങ്ങോട്ട് പോവല്ലേ? പാരാതികേ. രാധികേ, ഞാൻ ചുമ്മാ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ വന്ന് അന്വേഷിച്ചില്ലെങ്കില് പിന്നെന്ത് മനുഷ്യത്വം? മനുഷ്യത്വം ഉണ്ടായിരുന്നില്ല ഒരു 24 മണിക്കൂർ ലീവ് തരാൻ പറഞ്ഞിട്ട്. ലീവ് വേറെ, മനുഷ്യത്വം വേറെ. എന്നെന്താ അകത്തേക്ക് ക്ഷണിക്കാത്തത്? സാർ, ഞങ്ങൾ ആകെ പ്രശ്നത്തിലാണ്. ജീവിതമാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിരിക്കട്ടെ, താൻ എന്തിനാ ഇങ്ങനെ ലീവ് എടുത്ത് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? രാജേന്ദ്രനും ഭാര്യയും മാത്രം താമസിക്കുന്ന വീടല്ലേ? ചുറ്റിക്കളിയല്ലേ ആണോ? എനിക്കെന്തെങ്കിലും കുടിക്കാൻ വേണം. ഇവിടെ കുടിക്കാനൊന്നും ഇല്ല സർ. മറ്റൊന്നും വേണ്ട. തന്റെ ഭാര്യയുടെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടിയാലും അതൊരു സുഖല്ലേ? ഭാര്യ ഇവിടെ ഇല്ല സർ. അയ്യോ, എവിടെ പോയി? സാർ, നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. കാണാം. തന്റെ ആ മറ്റേ കുട്ടി ഉണ്ടല്ലോ, എന്തോ ആ കുട്ടി എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. എവിടെയാ കുട്ടിയുടെ വീട്? താൻ ആള് ശരിയല്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ച് ആ പെൺകുട്ടി എന്താ എനിക്ക് ശരിക്കും പരിചയപ്പെടുത്താഞ്ഞത്? സാർ, നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളെയും സാറിന് പരിചയപ്പെടുത്തി തരലല്ല എന്റെ ജോലി. സാറ് ഞങ്ങളുടെ MD ആണ്. പക്ഷെ ക്ഷമ പരീക്ഷിക്കരുത്. എല്ലാത്തിനും ഒരു അതിരുണ്ട്. ഇതെന്താ അപ്പൊ ഇത്ര പെട്ടെന്ന് അപ്സെറ്റ് ആകുന്നത്? എന്നെ സുഹൃത്തായിട്ട് കണക്കാക്കൂ. ശ്രമിച്ചിട്ട് പറ്റുന്നില്ല സാർ. വീണ്ടും ശ്രമിക്കണം. പറ്റും. ഈ ഫോട്ടോസ് ഞാൻ തന്നെ പോയി കളക്ട് ചെയ്താ. നോക്കൂ, ഏതാ നല്ലത്? ഇതെന്തിനു വാങ്ങിച്ചു? നല്ല ചോദ്യം. നവദമ്പതികൾക്ക് ബ്രിട്ടോളിക് കമ്പനിയുടെ ആശംസകൾ എന്നൊരു ക്യാപ്ഷനോടെ നല്ലൊരെണ്ണം പത്രത്തിൽ കൊടുക്കണം. സാറിന് ഭ്രാന്തുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഇപ്പൊ പത്രത്തിലൊരു ഫോട്ടോ അതിന്റെ ആവശ്യമുണ്ടോ? രാജേന്ദ്രൻ, ഇതെന്റെ അവകാശമാണ്, കടമയാണ്. കമ്പനി ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സർ, പ്ലീസ് സർ, ദയവ് ചെയ്ത് ഇടരുത്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു നല്ല കാര്യം ചെയ്യുമ്പോ അതിന് താങ്ക്സ് പറയുന്നതിന് പകരം നല്ല കാര്യമാണെന്ന് ഞാൻ കൂടെ തോന്നണ്ടേ? ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോ നല്ല മൂഡില്ല. ഞാൻ പിന്നെ വരാം. പിന്നെ വരണ്ട. സർ, പ്ലീസ് സർ, ഫോട്ടോ ഇടരുത്. ഇത് കമ്പനിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. തുറന്നേ, ഗ്ലാസം താത്തേ. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. അപ്പൊ കുട്ടാ, എന്തെങ്കിലും ഒരു വഴി പറ. എന്റെ രാധിക. നീ ആ വർമ്മയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അത്രക്ക് വേണ്ടായിരുന്നു എനിക്ക് അപ്പോഴേ തോന്നിയതാ. എന്നിട്ട് അത് അപ്പൊ പറഞ്ഞില്ലല്ലോ. നമ്മൾ എങ്ങനെ രാധികയെ രക്ഷിക്കും? പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ കുട്ടാ, നമുക്കതിനുള്ള സന്നാഹമില്ല. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോകും. എന്തുകൊണ്ട്? അതേ പോലീസ് മറ്റേ പെണ്ണിന് വേണ്ടി വലയം വിരിച്ച് കാത്തിരിക്കുക. അങ്ങോട്ട് ചെന്ന് കൊടുത്താൽ മതി, പിടിച്ചകത്തിടും. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്ക്